അല്ല, അങ്ങനെയല്ല. അതായത് മുഖ്യമന്ത്രിയെ നമ്മളിത് നേരിട്ട് ധരിപ്പിക്കുന്നു, ഇതാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി അന്വേഷിക്കും. മുഖ്യമന്ത്രി ഇങ്ങനെ നമ്മളൊരു പല പരിപാടികളിലൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. രേഖാമൂലം നമ്മൾ അവസാനമാണ് ഒരിക്കൽ പോയി നേരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് അവരെ ടീമിനെ തന്നെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ആ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ടോമി തച്ചങ്കരിയെ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ആ സമയം പിന്നെ അദ്ദേഹം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. മാറി പുതിയൊരു അന്വേഷണ ടീം വന്നപ്പം അവരന്വേഷിക്കുമ്പം അവർക്ക് ഇയാൾ ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു ലീഡ് ഇവിടുന്ന് തന്നെ കിട്ടുകയാണ്. അവരിവരെ പൂട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ലീഡൊക്കെ കിട്ടി അത് ഏകദേശമൊക്കെ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് ഇയാൾ ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടിയിട്ട് ഈ കാര്യം തുറന്നു പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം പോലീസ് എന്ന് പറഞ്ഞാൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ. അത് നമുക്കറിയില്ലല്ലോ. അല്ല, അത് നിങ്ങൾക്കല്ലേ അറിയാം. ഇപ്പോൾ നമ്മളൊരു കേസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ ഏത് ആളുകൾ ആർക്ക് ആണ് കൊടുക്കുന്നത്, അതാരാണ് ഫയൽ നോക്കുന്നത്, നടപടിയെടുക്കുന്നത് ആരാണ്, ശുപാർശ ചെയ്യുന്ന ആരാണ്, നമുക്കറിയില്ലല്ലോ. നമുക്കറിയാത്തൊരു കാര്യമാണ് അത്. നമ്മുടെ ഏരിയയേ അല്ല. അല്ല, ഇതിപ്പോൾ മുഖ്യമന്ത്രിക്കും ബോധ്യമാവുമല്ലോ. ഫയലുകളൊക്കെ എടുപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ബോധ്യമാവും. നമ്മളതിനി തീർച്ചയായിട്ടും എന്താ പറയുക, വളരെ നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ, ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ. അതറിയില്ല. കാരണം നമ്മൾ ഈ കഴിഞ്ഞ 2 മാസം US-ലായിരുന്നു. യു എസിലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുള്ളതാണ് പേഴ്സണലായിട്ട്. അല്ല, അതൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഇത്രയും വൈകില്ല. ഇനി ആരൊക്കെയാണ് അതിന് കൂട്ടുനിന്നത്, ആർക്കൊക്കെ ഈ എന്താ പറയുക, കഞ്ഞി വെച്ചതിൽ വിളമ്പിക്കൊടുത്തത് ആര്, അച്ചാറുണ്ടാക്കിയത് ആര്, ചമ്മന്തി അരച്ചത് ആര് എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. പൂർണ്ണമായിട്ട് നമ്മളങ്ങനെ പറയില്ല. കാവ്യവൽക്കരിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് പിടിക്കില്ലായിരുന്നു. കാരണം ഇവിടുത്തെ BJP കൗൺസിലർ ജയിലിൽ കിടന്നതാണ് 2 ആഴ്ചയിൽ കൂടുതൽ. അത് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BJP കൗൺസിലറാണ് ജയിലിലായത് ജാമ്യം കിട്ടാതെ. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വേണമെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ വേറൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കബളിപ്പിക്കാം. നമ്മുടെ മക്കളും ഇവരൊക്കെ തന്നെ ഒരു പ്ലാൻ ചെയ്ത് അച്ഛൻ അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി അവസാനം 2 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുക. അതുപോലെ ഉണ്ടാവും ഇതൊക്കെ. അത് ക്രൈംബ്രാഞ്ച് നടപടി വേണമെന്ന് പറഞ്ഞ് ഫയൽ നീക്കിയിട്ടുണ്ട്. ആ നടപടി എന്താണ് വൈകുന്നത് നമ്മൾ ആലോചിച്ചിരുന്നു. കാരണം അതൊക്കെ ഇങ്ങനത്തെ ഒരു മാറ്ററാണല്ലോ. അതിൽ നമ്മൾ കയറി ഇടപെടുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല. ഇതൊക്കെ ഭരണകാര്യങ്ങളാണ്. അല്ല, അതൊരു MLA പറയുന്ന പോലെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അദ്ദേഹം അതിൻ്റെ ഭാഗമാണ്. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്ക് പോലീസിൻ്റെ ഫയൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയാൻ നമ്മളാരുമല്ല. കത്തിയ ഒരു വാഹനത്തിൻ്റെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2 കിട്ടിയിട്ടില്ല. അതും അറിയില്ല നമുക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസ് മാനേജറായിരുന്ന ആളോട് പറഞ്ഞിരിക്കുക, പോയിട്ട് അതൊന്ന് അന്വേഷിക്കണം, എന്താണ് അവർ പറയുന്നത് എന്നൊക്കെ. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് ഇതെല്ലാം. നമ്മൾ പറയുന്നത് എന്തെങ്കിലും കളവുണ്ടെങ്കിൽ. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇവരുടെ ഉത്തരവാദിത്വമില്ലായ്മയുണ്ട് നല്ലോണം, നിറയെ. അത് എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്. ഇവരനാവശ്യമായ കാര്യങ്ങളാണ്. കാരണം നമുക്ക് തന്നെ സംശയം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അവിടെ നമ്മുടെ തന്നെ ഗസ്റ്റ് ഹൗസാണ് അപ്പുറത്ത്. അവിടെ താമസിക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവരെ പോയിട്ട് അമ്മയും മകളുമാണ്. അവരാണ് ഇവിടുത്തെ അക്കൗണ്ട്സ് നോക്കുന്നത്.
ഇവിടെ ഓഡിറ്ററുടെ കൗൺസിൽ വർക്ക് ചെയ്യുന്നത് അവരെ പോയിട്ട് ഇത് നിങ്ങൾ വാടകയ്ക്കാണോ താമസിക്കുന്നത്, എത്ര കാലമായിട്ട് സ്വാമിയെ അറിയാം, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പലതും. അവർ നമ്മളോട് പറഞ്ഞു, സ്വാമി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കാം, ഇനി വന്നാൽ വാതിൽ ഉറക്കില്ല, പുറത്താക്കുമെന്ന് പറഞ്ഞു. അയാൾ അങ്ങനത്തെ വർത്തമാനങ്ങളാണ് പറയുന്നത്. അവസാനം അവർ ഇതെല്ലാം കാണിച്ചു കൊടുത്തു. ഈ പറഞ്ഞ വാടക എഗ്രിമെൻറ്റ്, വാടക റെസീറ്റ് ആ ബാങ്കിൽ നിന്ന് ആണ്, അത് ബാങ്ക് വഴിയാണ് കൊടുത്തിട്ടുള്ളത്, അതൊക്കെ ശരിയാണോ എന്ന്. എന്നാൽ ഇവിടുത്തെ ഈ BJP കൗൺസിലറുടെ CDR പരിശോധിക്കാൻ ഈ പോലീസിന് ബുദ്ധിയില്ല. നമ്മൾ വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ അയാൾക്ക് സംശയം. അപ്പം നമ്മുടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവർ വളരെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു സാധനവും കിട്ടാത്തതുകൊണ്ട് അതെ RSSനെ പൊന്നുപോലെ സംരക്ഷിക്കുക. അവർക്കൊരു പോറലും ഈ കാര്യത്തിൽ ഏൽക്കരുത് എന്നുള്ളത് പോലീസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ദൃഢനിശ്ചയമായിരുന്നു. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. എത്രയോ ആളുകൾ ഈ കാര്യത്തിന് ശേഷം നമ്മളിൽ നിന്ന് അകന്നിട്ടുണ്ട്. കാരണം സ്വാമി ഇങ്ങനെയൊരു ചീപ്പായിട്ടുള്ള ഒരു സാധനം ചെയ്തു എന്നുള്ളത് അവർ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുകയാണ്. പക്ഷെ അതിലൊന്നും നമ്മൾ കുലുങ്ങിയിട്ടില്ല. അതൊക്കെ അവരുടെ പ്രശ്നം.